ഇത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് പ്രതീക്ഷിച്ചിരുന്നതാണ്. ഇപ്പോഴല്ല, ഒരു അടുത്ത മാസം, അല്ലെങ്കിൽ ഈ മാസം പകുതിയൊക്കെ കഴിയുമ്പോഴത്തേക്കും പുറത്തു വരും എന്നുള്ളതാണ് അറിഞ്ഞിരുന്നത്. കാരണം ഇതൊക്കെ തന്നെയും വിജിലൻസിൽ നിന്ന് തന്നെ, പോലീസിൽ നിന്ന് തന്നെ ഇതൊക്കെ ഇവർക്ക് പ്രതിപക്ഷത്തിനൊക്കെ അറിയാൻ കഴിയുന്നുണ്ട്. ഇതിൻ്റെ ഒരു കേസിൻ്റെ നാൾവഴികൾ നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഇതെപ്പോഴാണ് ഇത് വരുന്നത്? ഇത് ഇത് മുമ്പ് 2018 സർക്കാരിനെതിരെ ഒരു അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നുണ്ട് പ്രതിപക്ഷം. അന്ന് പ്രമേയാവതരണം നടത്തിയത് വി.ഡി. സതീശനാണ്. അന്ന് പ്രമേയാവതരണം നടത്തുന്നതിനിടെയാണ് അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ജെയിംസ് മാത്യു എം.എൽ.എ എത്തുന്നത്. ജെയിംസ് മാത്യു എം.എൽ.എ ആണ് ഈ ആരോപണം ഉന്നയിക്കുന്നത്. പക്ഷേ അവിടെ തന്നെ ഇതിന് കൃത്യമായ മറുപടി അദ്ദേഹം കൊടുക്കുന്നുണ്ടായിരുന്നു. അത് അവിടെ കഴിയുന്നതാണ്. പക്ഷേ പിന്നീട് എന്ത് വരുന്നു? പിന്നീട് വിജിലൻസിലേക്ക് കേസ് പോവുകയാണ്. അപ്പോൾ വിജിലൻസിലേക്ക് കേസ് പോകുമ്പോൾ വിജിലൻസ് ആദ്യം പരിശോധിച്ച് പറയുന്നു ഇതിൽ തെളിവുകളില്ല എന്ന് പറയുന്നുണ്ട്. അത് 2021-22 ആണെന്ന് മനസ്സിലാക്കുന്നത്. ഒരു പരാതി വരുന്നു. വിജിലൻസ് യൂണിറ്റ് 2 ആണ് അന്വേഷണം നടത്തിയത്. ആ ഉദ്യോഗസ്ഥൻ ഒരു 3 മണിക്കൂർ, ഒരു വൈകിട്ട് 7:30 മുതൽ ഒരു 10:30 വരെ പ്രതിപക്ഷ നേതാവിൻ്റെ മൊഴിയെടുക്കുന്നുണ്ട്. ആ മൊഴിയെടുക്കലിന് ശേഷം ആ ഉദ്യോഗസ്ഥൻ തന്നെ പറയുകയാണ്, ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത്, മുകളിൽ നിന്നുള്ള ഓർഡറാണ്, അതുകൊണ്ട് ഞങ്ങൾക്കിതെല്ലാം നിർവാഹമില്ല എന്ന ഉദ്യോഗസ്ഥൻ പറയുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് അതിനോട് പ്രതികരിക്കുമ്പോൾ പറയുന്നത്, അന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് എൻ്റെ ഹൃദയത്തിലുണ്ട് എന്ന്. കാരണം അവർക്ക് നിർവാഹമില്ല. അപ്പം നിങ്ങൾ നിങ്ങളുടെ നടപടികളുമായി മുന്നോട്ട് പോകും, നിങ്ങൾ നിങ്ങളുടെ ജോലിയാണ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഉദ്യോഗസ്ഥൻ പോകുന്നു. അപ്പോൾ ആ ഉദ്യോഗസ്ഥൻ ഈ അന്വേഷണത്തിൽ ഇതിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് റിപ്പോർട്ട് നൽകുമ്പോൾ ആ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റുകയാണ്. സ്ഥലം മാറ്റിയ ശേഷം വയനാട്ടിൽ നിന്ന് മറ്റൊരു ഉദ്യോഗസ്ഥനെ ഇവിടേക്ക് കൊണ്ടുവരുന്നു. ആ ഉദ്യോഗസ്ഥന് പിന്നീട് പ്രൊമോഷൻ അടക്കം നൽകുന്നത് നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ പേരൊന്നും പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങൾ അവിടെ നടക്കുന്നു. അതിനുശേഷമാണ് ഈ യോഗേഷ് ഗുപ്ത ADGP വിജിലൻസ് റിപ്പോർട്ട് കൊടുക്കുന്നത്. ആ റിപ്പോർട്ട് ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കൊടുക്കുന്നത്. അതിനുശേഷം യോഗേഷ് ഗുപ്ത വാക്കാൽ തന്നെ പറഞ്ഞു എന്നാണ് എനിക്ക് കിട്ടിയ വിവരം. ഈ കേസ് ക്ലോസ് ചെയ്യണം, ഇത് നിൽക്കില്ല എന്ന് വാക്കാൽ പറയുന്നു എന്ന്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും P. ശശി അതിന് മറുപടിയായി പറയുന്നത് അത് പെൻഡിങ്ങിൽ അവിടെ വെക്കട്ടെ, അതവിടെ ഇരിക്കട്ടെ എന്നാണ്.